കിഡ്സുമായിട്ടാണ് ന്യൂട്രിചാർജ് കിഡ്സുമായിട്ടാണ് അദ്ദേഹം വീട്ടിലോട്ട് വന്നത്. എനിവേ എന്തായാലും RCM ഫാമിലിയായിട്ട് ഏറ്റെടുത്തു. അപ്പം എൻ്റെ ഒരു സപ്പോർട്ട് കുറവായിരുന്നു. അറിയാമല്ലോ, നമ്മൾ തുടക്കക്കാർക്കെല്ലാം അറിയാം, വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടിയാലേ ഉള്ളൂ നമുക്ക് 100% RCMലേക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെ എന്നെ നിർബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഷാർമലാൽ ബാബു സാറിന്റെ ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടി ചേട്ടൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ പറയാ, സാർ അവിടെ ബോർഡിൽ RCMൽ വന്നാൽ നമുക്ക് എന്തൊക്കെ കിട്ടും അതിനെപ്പറ്റിയാണ് സാർ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം തന്നെ സാർ എഴുതിയിരുന്നത് RCMൽ വന്നാൽ ആരോഗ്യം കിട്ടും. അപ്പം പല നെറ്റ്വർക്കിലും നമ്മൾ പൈസ കിട്ടും എന്നേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ആദ്യമായിട്ടൊരു പ്രസ്ഥാനത്തിൽ ആരോഗ്യം കിട്ടും, ആ ഒരു കാര്യം നമ്മൾ അറിയുന്നത്. അപ്പം രണ്ടാമത് സാർ എഴുതിയിരിക്കുന്ന വരുമാനം കിട്ടും. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി. അപ്പം ആരോഗ്യ സംബന്ധമായ, പീരിയഡ് സംബന്ധമായ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ബാബു സാർ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ ആരോഗ്യം ഞങ്ങൾക്ക് കുടുംബത്തിന് ലഭിച്ചു. അതുപോലെ രണ്ടാമത് സാർ എഴുതിയ ഒരു കാര്യമാണ് വരുമാനം. ഇപ്പൊ RCMലെ ആ ഒരു വരുമാനം, സ്റ്റാർ പ്ലാറ്റിനം ലെവലിൽ നിൽക്കുന്ന സുരേഷ് സാർ, അദ്ദേഹത്തിന് ഞങ്ങളുടെ കുടുംബത്തിന് ഇപ്പൊ ഞങ്ങൾക്ക് RCMന്റെ ഒരു വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ സാറ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാറ് പറഞ്ഞ അംഗീകാരങ്ങൾ നിറയെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ നമുക്ക് RCMലല്ലേ കിട്ടുള്ളൂ, വേറെ എവിടെ കിട്ടാനാ? അപ്പൊ ആ ഒരു അംഗീകാരം രണ്ട് കൈ നിർത്തി ഞങ്ങൾ സ്വീകരിച്ചു. പിന്നെ സാറ് പറഞ്ഞതാണ് നിറയെ കൂട്ടുകാരെയൊക്കെ കിട്ടുന്നു. അത് സത്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിത്. പിന്നെ പറഞ്ഞ ഒരു കാര്യമാണ് യാത്രകള്. അപ്പൊ ആദ്യമൊക്കെ ഇതിങ്ങനെ ബോർഡർ എഴുതുമ്പോഴത്തേക്കും തുടക്കക്കാരെ പറ്റി നമ്മൾ എന്താ വിചാരിക്കുന്നത്, തള്ളാന്നല്ലേ നമ്മൾ ശരിക്കും വിചാരിക്കുന്നത്. ഇപ്പൊ ഓരോരുത്തർ വരുമ്പോഴും അങ്ങനെ ആയിരിക്കും അവരുടെ മനസ്സിൽ. തുടക്കത്തിൽ എനിക്കും അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല, തള്ളല്ല, 100% സത്യമാണെന്നുള്ളത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷമാണ്. അങ്ങനെ യാത്രകള്, കഴിഞ്ഞ വർഷം കിട്ടിയ ഒരു നല്ലൊരു യാത്രയായിരുന്നു ഗോവ ട്രിപ്പ്. ന്യൂട്രിചാർജ് ചേട്ടൻ ചെയ്തതിന്റെ പേര് ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് കിട്ടിയ ഒരു അവസരമായിരുന്നു ഗോവ ട്രിപ്പ്. ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞങ്ങളെ സിമി മാഡം, അനൂപ് സാറ്, അതുപോലെ സെബാസ്റ്റ്യൻ സാറുടെ കുടുംബം, ഒരുപാട് പേര് എല്ലാവരുമുള്ള സന്തോഷമായിട്ടൊരു യാത്ര. ശരിക്കും പറഞ്ഞാല് വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഞാന് ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ജോലിക്കൊക്കെ ആയിട്ട് വിദേശത്ത് പോകും, അങ്ങനെ പോകുന്നൊക്കെ ഉള്ളൂ. പക്ഷെ നമുക്കിങ്ങനെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ചൊരു യാത്ര കിട്ടിയത് ശരിക്കും ഗോവ ട്രിപ്പായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ചേട്ടനോട് ചോദിക്കുമായിരുന്നു, ഇനി എന്നാ ചേട്ടാ നമുക്ക് അടുത്ത ഒരു ട്രിപ്പ് RCM കിട്ടുന്നതെന്ന്. ചേട്ടൻ പറഞ്ഞു നമുക്ക് എല്ലാം പറ്റുപടി, നമുക്ക് 100% ഫാമിലി ആയിട്ട് നമുക്ക് RCMനെ സ്നേഹിച്ച് നിൽക്കാം. ലീഡർമാർ പറയുന്നത് കേട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. നമ്മുടെ ടീമിലുള്ളവരെ എല്ലാം രണ്ട് കൈ ചേർത്ത് പിടിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് RCMൽ വിജയിക്കാൻ പറ്റും, നമുക്ക് യാത്രകൾ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് തന്നെ സുരേഷ് സാർ, എൻ്റെ ഹസ്ബൻഡ്, ചേട്ടൻ പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ അങ്ങനെ ചേട്ടൻ കഴിഞ്ഞ മാസം കമ്പനി വിസിറ്റ് ചെയ്യാനായിട്ട് പോയി. എനിക്ക് സങ്കടമായിരുന്നു, പോകാൻ പറ്റിയില്ല. അന്ന് കുഞ്ഞുങ്ങളുടെ കാര്യം എല്ലാം ആയിട്ട് ഞാൻ പോയില്ല. അത് കഴിഞ്ഞാണ് ഡൽഹി ട്രിപ്പ് വന്നത്. ഡൽഹി ട്രിപ്പ് വന്നപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്രാവശ്യം ചേട്ടൻ പോയിട്ട് വന്നിട്ട് വിശേഷമൊക്കെ പറയുന്നത് കേൾക്കാനായിരിക്കും എനിക്ക് പറ്റുന്നതെന്ന് ഞാൻ വിചാരിച്ചു. എനിവേ എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന അന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട എമറാൾഡ് സുഭാഷ് സാറിന്റെ നിഷമാമിന്റെ ഒരു കോൾ എനിക്ക് വന്നു. ആഷമാം ഡൽഹിക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഇപ്രാവശ്യം ചേട്ടനുള്ളെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് പറ്റത്തില്ലല്ലോ, സുരേഷ് സാറ് റോയൽറ്റി ആയില്ലേ, അപ്പൊ അതിന്റെ ഒരു അംഗീകാരം നമുക്ക് അവിടെ സ്റ്റേഡിയത്തിൽ കിട്ടുന്നതല്ലേ, അപ്പൊ ഫാമിലി ആയിട്ട് പോവണ്ടേന്ന് ചോദിച്ചു. സാർ അവിടെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നോ പറയത്തില്ല, ഞാൻ റെഡിയാന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുന്നത്, ആ ഒരു മനസ്സിൽ മുഴുവൻ ഡൽഹി. അപ്പം ആ ഒരു ഇതില് പിന്നെ തയ്യാറെടുപ്പുകളായി. പിന്നെ ചേട്ടൻ ടിക്കറ്റും സുഭാഷ് സാറും എല്ലാവരും കൂടി ടിക്കറ്റ് അറേഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് എത്തി. എന്താ പറയുന്നത്, മനസ്സിന് വളരെയേറെ സന്തോഷം തോന്നിയ ഒരു ട്രിപ്പായിരുന്നു ഡൽഹി ട്രിപ്പ്. അങ്ങനെ കുറെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഞങ്ങള് ഡൽഹിയിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി, ടിക്കറ്റിന്റെ കാര്യം റെഡിയാക്കി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു. അതിന്റെ ഇടയ്ക്ക് സുഭാഷ് സാറ് സൂമൊക്കെ അറേഞ്ച് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ടിക്കറ്റിന്റെ കാര്യം, ഫുഡിന്റെ കാര്യം, എല്ലാ കാര്യങ്ങളും. കൊച്ചു കുട്ടികളെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് വിടുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും സുഭാഷ് സാർ വ്യക്തമായിട്ട് പറഞ്ഞ് ഞങ്ങളെ എല്ലാം ഒരു ഒറ്റക്കെട്ടായിട്ട് തന്നെ സാറ് നിർത്തി ഞങ്ങൾ ഡൽഹിക്ക് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി. അങ്ങനെ നവംബർ 21 രാവിലെ 8 മണി കഴിഞ്ഞപ്പം ഞാനും ഹസ്ബൻഡ് സുരേഷ് സാർ, ഞങ്ങൾ രണ്ടുപേരുടെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിഷമാമ സുഭാഷ് സാറൊക്കെ വിളിച്ചു. എവിടെ എത്തി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുമായിട്ട് പരസ്പരം കോണ്ടാക്ട് ചെയ്താണ് ഇരുന്നത്. അങ്ങനെ ഞങ്ങള് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ നിഷമാമുണ്ട്, അതുപോലെ അനൂപ് സാറുണ്ട്, ഗോപാലകൃഷ്ണ സാറുണ്ട്. അവരെല്ലാവരുമായിട്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട്, ആദ്യം കാണുമ്പോൾ ഒരു സന്തോഷം അറിയാലോ, നമ്മൾ സീരിയസ് ആയിട്ട് RCM ബിസിനസ് അങ്ങനെയുള്ളവരൊന്നും അല്ല, വളരെ എൻജോയ് ചെയ്ത് എന്താ അവിടെ നടക്കുന്ന സെലിബ്രേഷനിൽ എന്താ സംഭവിക്കുന്ന ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ. എന്റെ മനസ്സെന്ന് പറഞ്ഞ ഒരു കൊച്ചു കുട്ടിയെ പോലെ ആയിരുന്നു. എന്നുവെച്ചാൽ 2 ദിവസം ട്രെയിൻ യാത്ര എങ്ങനെയായിരിക്കും ഒന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ വളരെ സന്തോഷത്തോടെ എല്ലാവരുമായിട്ടൊക്കെ ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് പരസ്പരമൊക്കെ ഒന്ന് സന്തോഷത്തോടുകൂടി നിന്നു. അങ്ങനെ ഞങ്ങൾ മെമുവിൽ കയറാൻ നിന്ന സമയത്ത് പ്രിയപ്പെട്ട വിജയ് സാർ എത്തി.
ബിജു സാർ എത്തി. പിന്നെ ഞങ്ങൾ എല്ലാവരും നിന്ന് അവിടെ ഒരു ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ 10 മണിയായപ്പോൾ ഞങ്ങൾ മെമുവിൽ കയറി നേരെ എറണാകുളം. അപ്പൊ ഞങ്ങൾ ഇത്രയും പേര് കയറി. ലേഡീസിന് പ്രത്യേകം, അങ്ങനെ ജെന്റ്സിന് അറിയാമല്ലോ. അപ്പൊ അങ്ങനെ വരപ്പോ ഞാൻ ഇഷമാമോള് ലേഡീസുമായിട്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ ഭയങ്കര വർത്താനമൊക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു വർത്താനം കാര്യങ്ങളൊക്കെ ആയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എറണാകുളം എത്തിയതെന്നെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള ലേഡീസ് ഒക്കെ ഇറങ്ങുന്നതാണ്. ഞങ്ങൾ ചോദിച്ചു എവിടെ പോവാ? അപ്പൊ പറഞ്ഞു എറണാകുളം എത്തി, ഇവിടം വരെ സ്റ്റോപ്പ് ഉള്ളെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ആ സന്തോഷം സ്നേഹം എല്ലാം ഞങ്ങൾ എല്ലാവരുമായിട്ട് ഒരു ഷെയറിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അമ്പിളി മാം മോനും എത്തി, അതുപോലെ തന്നെ ഷൈനി മാമും മോനും എത്തി, പിന്നെ അനിത ആർജിമാടെ മോളും എത്തി, പിന്നെ നമ്മുടെ വിനീത് സാറും അവിടെ എത്തി. അങ്ങനെ എല്ലാവരും ആയിട്ട് അപ്പം ഒരു 1:25 നമ്മുടെ നിസാമുദ്ദീൻ ഡൽഹിക്കുള്ള ട്രെയിൻ വരുന്നത്. അപ്പൊ അതിനു മുമ്പ് എല്ലാവരും ഉള്ള സന്തോഷം കാര്യങ്ങളും എല്ലാം ഞങ്ങള് എല്ലാ ഫോട്ടോയിലൂടെയാണ്. ഞങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു ബിജി സാറ്. അപ്പം സാർ എല്ലാവരും നിർത്തി എല്ലാവരെയും കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് ആ ഒരു സന്തോഷവും സ്നേഹവും എല്ലാം ഞങ്ങള് എന്താ പറയുന്നത്, അത് ശരിക്കും നമ്മൾ അനുഭവിച്ചറിയണം അത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ ആ സമയമൊക്കെ ഞങ്ങളെ സുഭാഷ് സാർ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ട്രെയിനിൽ കയറി. ഉച്ച സമയമായിരുന്നു. അപ്പൊ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ഫുഡൊക്കെ ഷെയർ ചെയ്തൊക്കെ കഴിച്ചു. ഫുഡെല്ലാം ഷെയർ ചെയ്ത് കഴിച്ച് എല്ലാവരും ഓരോരുത്തരുടെ കമ്പാർട്ട്മെന്റിലെല്ലാം പോയിരുന്നു. അങ്ങനെ പോയിരുന്ന് എന്താ പറയുന്നത്, നമ്മള് ഒരു കുടുംബമായിട്ടല്ലേ പോകുന്നത്. പക്ഷെ ഞങ്ങളൊക്കെ ഞാന് ചേട്ടന് അതുപോലെ തന്നെ അനിതാമ്മ മോള്, അങ്ങനെ അനൂപ് സാർ, ഞങ്ങളൊക്കെ ഒരു കമ്പാർട്ട്മെന്റിൽ, അതുപോലെ തന്നെ നിഷാമാമ അനിതാമ്മ മോന് അവരെല്ലാരും വേറൊരു കമ്പാർട്ട്മെന്റ്. പക്ഷെ ഞങ്ങള് എല്ലാവരും ഒത്തുകൂടുന്ന നിഷാമാമുള്ള ആ ഒരു വലിയ കമ്പാർട്ട്മെന്റിലാണ് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്നത്. അവിടെ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്, നമ്മൾ മോട്ടിവേഷൻ ബിസിനസിനെ പറ്റി പറയുന്നത്, അതുപോലെ തന്നെ അന്താക്ഷരി പാട്ടുകൾ പാടുന്നത്, ഓരോ കളികൾ കളിക്കുന്നത് എല്ലാം ആ ഒത്തൊരുമയോട് സ്നേഹത്തോടും കൂടി തന്നെയാണ് ഞങ്ങള് യാത്ര തിരിച്ചത്. അങ്ങനെ പോയി വരുന്ന വഴിക്കാണ് ഞങ്ങൾ ആലുവയിൽ എത്തിയപ്പോൾ നമ്മുടെ സുധാകർ സാറ്, അദ്ദേഹത്തിന്റെ സിസ്റ്റർ സുമാമാം അവിടുന്ന് കയറി. അങ്ങനെ സുമാമാമിനെ ഞങ്ങള് ടിക്കറ്റിനെ അനുസരിച്ച് കമ്പാർട്ട്മെന്റിലൊക്കെ കൊണ്ടിരുത്തി. അങ്ങനെ പിന്നെ മാമൻ ഞങ്ങളുടെ കൂടെ വന്നൊരു സന്തോഷമായിട്ടൊരു യാത്ര. അതിന്റെ ഇടയ്ക്ക് നമ്മള് ഫുഡുകൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മള് അറിയാമല്ലോ, ട്രെയിൻ യാത്രയല്ലേ. ഞങ്ങൾ സലാഡുകൾ കഴിച്ചു, ഫ്രൂട്ട്സ്, അങ്ങനെ വെറൈറ്റി ആയിട്ട് എല്ലാവരും കൊണ്ടുവന്ന ഫുഡുകൾ എല്ലാവരും പരസ്പരം ഷെയർ ചെയ്ത് കഴിച്ചു. എന്താ പറയുന്ന ആ ഒരു അവസ്ഥ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. ആ ഒരു സന്തോഷത്തോടുള്ള യാത്രകളൊക്കെ വളരെ രസമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളൊരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാർ എമറാൾഡ് ശ്രീജിത്ത് സാറ്, അദ്ദേഹം ട്രെയിനിൽ കയറി. ഈ സമയം ഞാൻ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. സാറ് ഞങ്ങളുടെ ഒപ്പം എല്ലാത്തിനും കൂടി, അന്താക്ഷരി കളിക്കാൻ കൂടി, സിനിമാ പേര് കളിക്കാൻ കൂടി. സാറിന്റെ വക ഒരു പ്രത്യേക ക്ലാസ് ഒക്കെ ഞങ്ങൾക്ക് തന്നു, എന്തൊക്കെ ചെയ്യണം. സാറ് ശരിക്കും പറഞ്ഞ ഒരു കൊച്ചുകുട്ടിയെ, ആ ലീഡർ സ്ഥാനം എല്ലാം സാറങ്ങ് വിട്ടു. ഞങ്ങളുടെ കൂടെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇരുന്ന് സാറ് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്ത് തമാശകൾ പറഞ്ഞ് എല്ലാം ഞങ്ങൾ ആ ഒരു ദിവസം അടിച്ചു പൊളിച്ച നൈറ്റ് അങ്ങ് പോയി. കിടക്കാൻ മാത്രം ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിലെ പോളൂ. വീണ്ടും ഞങ്ങൾ രാവിലെ നേരം വെളുക്കുമ്പോൾ എല്ലാവരും ഒറ്റ കമ്പാർട്ട്മെന്റിൽ അങ്ങ് കൂടും. അവിടെ നിന്നാണ് പിന്നെ രാവിലെ അങ്ങ് തുടങ്ങുന്നത്. അങ്ങനെ പാട്ടും കളിയും, അതിന്റെ ഇടയ്ക്ക് പിന്നെ സുരേഷ് സാർ ചേട്ടന്റെ വക ക്ലാസ്സുകൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അമ്പിളിമാം ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ആർസിമി വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്തും എന്താ പറയുക, ഓരോരുത്തരും ഓരോ സെഗ്മെന്റിനെ കുറിച്ച് അങ്ങ് സംസാരിച്ചു. ഗുഡോഡിനെ പറ്റി, കീസോണിനെ പറ്റി, പിന്നെ ന്യൂട്രിചാർജിനെ പറ്റി, ഓരോ സെഗ്മെന്റിനെ പറ്റി എല്ലാവരും വിശദമായിട്ട് സംസാരിച്ചു. ഒരു അടിച്ചുപൊളി യാത്രയായിട്ട് അങ്ങനെ പോയി. പിന്നെ ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോൾ വീണ്ടും ശ്രീജിത്ത് സാർ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ, ഞങ്ങളെ കാണാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് വരും. വന്ന് ഞങ്ങള് അന്താക്ഷരിയൊക്കെ കളിക്കുന്ന സമയത്ത് ശരിക്കും പാടി തൊണ്ടയല്ലാതെ ക്ലിയർ ആയി. അപ്പൊ ശ്രീജിത്ത് സാർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊരു മെഡിറ്റേഷൻ എല്ലാവർക്കും എടുക്കാം. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നിട്ട് സാർ ഇങ്ങനെ പറയാം, എല്ലാവരും കണ്ണടച്ചിരിക്കും. പിന്നെ സാറ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയി. ശരിക്കും ശ്രീജിത്ത് സാറിനെ പറ്റി നമുക്കറിയാം, സാർ അതിന്റെ ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറൊരു, അതായത് അന്താക്ഷരി കളിച്ച് പാട്ട് പാടി ആ ലെവലൊക്കെ അങ്ങ് പോയിട്ട് ഞങ്ങൾ വേറൊരു ലെവലിലേക്ക് വന്നു. ഈ സമയം സാറിനെ വളരെ സ്നേഹത്തോടെ ഓർക്കുവാണ്. വെച്ചാൽ എല്ലാം കളിക്കും, കാര്യത്തിനും എല്ലാത്തിനും സാറ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ സാറിനെ ഈ സമയം വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. അങ്ങനെ ആ ഒരു യാത്രയെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആഗ്രയിലേക്ക് എത്തുക. അപ്പൊ രാവിലെ എല്ലാവരും റെഡിയായി ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ആഗ്രയിൽ എത്തിക്കഴിഞ്ഞ് എല്ലാവരും ക്ലോക്ക് റൂമിൽ കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ഫ്രഷ് ഒക്കെ ആയി എല്ലാവരും പുറത്തു വന്നു. പിന്നെ എല്ലാവരുടെ ലഗേജ് ഒക്കെ ഒന്നിച്ചാക്കണമല്ലോ. അങ്ങനെ അതെല്ലാം ആക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് സെക്ഷനായിട്ട് പോയി ഫോട്ടോഗ്രാഫി, ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ആയിട്ട് അങ്ങനെ പോയി. അങ്ങനെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് പിന്നെ അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 10:30 തൊട്ട് നമുക്ക് ആഗ്ര താജ്മഹൽ നമ്മൾ ഇതെല്ലാം കാണണം എന്നുള്ള പ്ലാനിങ്ങിലൂടെയാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് പ്രീപെയ്ഡ് 2 ടാക്സി കിട്ടി. ആ ടാക്സി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ കാണണം,
കണ്ടു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കറക്റ്റ് ടൈമിൽ നമ്മൾ തിരിച്ച് സ്റ്റേഷനിൽ കൊണ്ടാക്കും. അങ്ങനെ ഒരു ടാക്സി ആയിരുന്നത്. അങ്ങനെ 2 ടാക്സിയിൽ ഞങ്ങൾ എല്ലാവരും പോയി എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ കാണുന്ന സംഭവമാണ് ആഗ്ര. എന്താ ആഗ്രയിൽ നമ്മൾ ചെങ്കോട്ട പറയില്ലേ, കാണുമ്പോ തന്നെ നമുക്കൊരു എന്താ പറയുക, ഭയങ്കര ഒരു മുഗൾ ചക്രവർത്തി അക്ബർ പണി കഴിപ്പിച്ച ആ ഒരു ചെങ്കോട്ട അടിപൊളിയായിട്ടാ. പക്ഷെ ഞാൻ പറയുന്ന പോലെയല്ല, നമ്മളെല്ലാവരും അവിടെ പോയി കാണണം. ആ ഒരു ഫീൽ അറിയണമെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് നടന്ന് കാണാനുള്ളതുണ്ട്. പിന്നെ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അവിടുത്തെ അണ്ണാന്. നമ്മുടെ നാട്ടിൽ അണ്ണാനൊക്കെ ചെലച്ചെറിച്ച് മരത്തിന്റെ മുകളിലോട്ട് കയറിപ്പോയല്ലേ, ഇത് നമ്മൾ കൈ വെക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഓടി വരും. നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ നടക്കും. പിന്നെ നമുക്ക് അവിടുത്തെ കുറേ പ്രത്യേകതകളുണ്ട്. അവിടുത്തെ വാതിലുകളാണെങ്കിലും അതുപോലെ ഓരോ എന്താ പറയുക, നടന്ന് നമ്മൾ പോയി കണ്ടാൽ ഇപ്പോഴും മനസ്സിലേക്ക് ഓരോരോ ഏരിയ വരുക. ഇപ്പൊ ഞാൻ ഒത്തിരി പറയുന്നില്ല, വരുന്ന വർഷം എല്ലാവരും പോയി കണ്ടാലേ ഉള്ളൂ അതിന്റെ ഫീൽ ഒന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ദേ അണ്ണൻ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടു. അവിടെ നിന്ന് ധാരാളം ഫോട്ടോസ് എടുത്ത്. ശരിക്കും നമ്മൾ ടിവിയിൽ ആ ഒരു പരേഡ് സമയത്തൊക്കെ അല്ലേ നമ്മൾ ഇത് കണ്ടിട്ടുള്ള ആഗ്ര ഫോർട്ട്. പക്ഷെ റിയൽ ആയിട്ട് അന്ന് ഞങ്ങൾ കണ്ടു. ഭയങ്കര സന്തോഷമായിരുന്നു. ഇതൊക്കെ ആർസിമ്മിൽ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അവിടെ ഇവിടെ കറങ്ങുമെന്നല്ലാതെ ഇങ്ങനത്തെ എന്റെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ആഗ്ര ഫോർട്ട് കണ്ടു. എല്ലാവരുമായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങള് പിന്നെ ഉച്ചയായി കേട്ടോ. ഉച്ചയായപ്പോ എല്ലാവർക്കും വിശപ്പൊക്കെ ആയി. ഞങ്ങളെ പിന്നെ ടാക്സി നല്ലൊരു ഹോട്ടലിൽ എത്തിച്ചു. അവിടെ ഒരു താലി ഫുഡ് ഉണ്ട്. താലി ഫുഡ് എന്ന് വെച്ചാൽ ചോറ്, നല്ലൊരു പരിപ്പ് കറി, പിന്നെ ഒരു സാമ്പാർ പോലെ ഒരു കറി, പിന്നെ തൈര്, പിന്നെ ഈ എന്താ പറയുന്നത് ഈ കുക്കുംബർ പോലത്തെ ഒരു സംഭവം റാഡിഷ്, അത്, പിന്നെ ഒരു 2 റൊട്ടി. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിന്റെ കൂടെ പനീർ മസാലയും മേടിച്ചു. അടിച്ചു പൊളിച്ച് എല്ലാവരും സന്തോഷമായിട്ട് ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ കഴിച്ചിട്ട് പിന്നെ എന്താ കണ്ട, താജ്മഹൽ കാണണം അല്ലേ. താജ്മഹൽ കാണാൻ സത്യം പറഞ്ഞാൽ ടിവിയിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ള കാര്യമുള്ളൂ. പിന്നെ ചേട്ടൻ പോയിട്ട് വന്നിട്ട് താജ്മഹലിനെ പറ്റി ഇങ്ങനെ വർണ്ണിക്കും. അതെല്ലാം കേട്ട് മനസ്സിൽ ഇങ്ങനെ കിടക്കുക. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ താജ്മഹലിനെ അവിടെ കൊണ്ട് ഇറക്കി കഴിഞ്ഞ് കുറേ നടക്കാനുണ്ട് കേട്ടോ. അവിടെ ചെന്നിറങ്ങി കഴിയുമ്പോൾ ധാരാളം കുരങ്ങൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ പോവുക, ചാടി പോവുക. ഒത്തിരി ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒഴുകുക ജനങ്ങൾ. സൺഡേ അല്ലേ, അല്ലല്ല ശനിയാഴ്ച. അന്ന് നിറയെ ആൾക്കാരുമായിരുന്നു. അന്ന് ഞങ്ങളെല്ലാം പോയി, ഞാൻ, നിഷമാമ എല്ലാവരും ഉണ്ട്. കുട്ടീസൊക്കെ ഉണ്ട്. കുട്ടീസ് എന്ന് വെച്ചാൽ നമ്മുടെ അനിതാ മാമിന്റെ മോള്, പിന്നെ അമ്പിളി മാമിന്റെ മോന്, പിന്നെ ഷൈനി മാമിന്റെ മോന്, എല്ലാവരും കുട്ടികളെല്ലാം നല്ല ഹാപ്പി ആയിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ എല്ലാത്തിനും കുട്ടികളും കട്ട സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ കൂടി താജ്മഹലിന്റെ എന്താ പറയുന്ന ടിക്കറ്റ് ഒക്കെ എടുത്ത്, നമ്മൾ ആ താജ്മഹലിന്റെ ആകും കാണാൻ നമ്മളെല്ലാം ടിക്കറ്റ് എടുക്കണേ. അങ്ങനെ ഞങ്ങൾ അതിലേക്ക് ചെന്നു. അപ്പൊ ഞാനും നിഷമാമും ഇങ്ങനെ കൈ പിടിച്ചിരിക്കും. അപ്പം നമ്മൾ എവിടെ കയറുന്നതിന് മുമ്പും ചേട്ടനാണേലും ബിജിസാറ്, വിനിസ് എല്ലാവരും നമ്മളൊരു സ്ഥലം പറയും. ആൾക്കൂട്ടം തെറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ സ്കൂട്ടി വന്ന് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് സിഗ്നൽ നിന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് ഞങ്ങളിങ്ങനെ കയറുക. കയറുമ്പോ എന്താ, കയറിയപ്പോ താജ്മഹൽ കണ്ടപ്പോ വാവ് എന്ന് പറഞ്ഞ നമ്മൾ ആ ഒരു, എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ താജ്മഹൽ കാണുന്ന സ്വപ്നത്തിൽ പ്രതീക്ഷിച്ച വ്യക്തിയല്ല. കണ്ടപ്പോൾ ആ ഒരു സന്തോഷമുള്ള മൈൻഡിൽ നിന്ന് ഇപ്പോഴും പോകുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് ഞങ്ങൾക്ക് എന്താ പറയുന്നത്, അതിൽ ഓരോ കൊത്തുപണികളും മാർബിൾ തീർത്ത കാര്യങ്ങളും എല്ലാം ഞങ്ങൾ വളരെ അതിശയത്തോടു കൂടി ഇങ്ങനെ പോകും. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മളെ അകത്ത് കയറി കാണുന്നത് നമ്മുടെ ചെരുപ്പിട്ട് കയറ്റിക്കില്ല. അതിലൊരു പ്രത്യേക പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷൂ പോലെ ഉണ്ട് നമ്മുടെ ചെരുപ്പ് കവർ ചെയ്യുന്നത്. ആ കവർ ചെയ്ത് ഞങ്ങൾ അകത്ത് കയറി എല്ലായിടും സുന്ദരമായിട്ട് കണ്ടൊക്കെ ഇറങ്ങി അവിടെ നിന്ന് പിന്നെ കുറെ ഫോട്ടോഷൂട്ട്. സന്ധ്യ സമയമായിരുന്നു. അപ്പൊ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കുന്ന ആ ഒരു സമയമൊക്കെ ഞങ്ങൾ കുറെ ഫോട്ടോകളൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് എൻജോയ് ചെയ്ത് വരുമായിരുന്നു. അപ്പോഴത്തേക്ക് ചേട്ടൻ വിളിച്ചു, ഇപ്പൊ ട്രെയിൻ വരും, അവിടെ എല്ലാവരും പെട്ടെന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ആകെ സങ്കടമായി. നിന്നാ അവിടെ നിൽപ്പുണ്ട്, അവിടെ ട്രെയിൻ പോകും. പക്ഷെ പോരാതെ പറ്റത്തില്ലല്ലോ. എന്തായാലും സങ്കടത്തോടെ താജ്മഹൽ ടാറ്റയൊക്കെ പറഞ്ഞു, അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരാന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട്. എന്നുവെച്ചാൽ നമ്മൾ പോയി കഴിഞ്ഞ ഒരു സംഭവം ഫുള്ളായിട്ട് കണ്ടിട്ട് നമുക്കൊരു വിഷമം വരത്തില്ലേ. ആ ഒരു സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ലേഡീസ്, ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന ഞാനും നിഷമാമ അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. എങ്കിലും അത്രയൊക്കെ കാണാൻ പറ്റിയല്ലോ, ഇല്ല ട്രെയിൻ മിസ്സാവില്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ മനസ്സില്ലാ മനസ്സോട് ഞങ്ങൾ പിന്നെ അവിടുന്ന് യാത്രയൊക്കെ തിരിച്ച് പതുക്കെ ഇറങ്ങി. അങ്ങനെ ഇറങ്ങി പിന്നെ ഞങ്ങള് വൈകുന്നേരം ഞങ്ങളെ പിന്നെ അവർ കറക്റ്റായിട്ട് തന്നെ കൊണ്ട് ആഗ്ര സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾക്ക് ട്രെയിൻ വരിക. ട്രെയിൻ വരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും 3 മണിക്കൂറേ ഉള്ളൂ, 10 മണിക്കുള്ളിൽ നമ്മൾ ഡൽഹിയിലെത്തും. അങ്ങനെ 5:55 ട്രെയിനിന്റെ ടൈം. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഞങ്ങളെല്ലാവരും സീറ്റ് ഉറപ്പിച്ച് എല്ലാവരും ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ആ 3 മണിക്കൂർ പോരായിരുന്നു. ഞങ്ങൾക്ക് ആഗ്രയിലെ വിശേഷവും താജ്മഹലിലെ വിശേഷവും ആ വഴിയിൽ കണ്ട കാഴ്ചകളും എന്താ പറയുന്ന, അതൊക്കെ പറയാനായിട്ട് 3 മണിക്കൂർ പോരായിരുന്നു. എങ്കിലും ഞങ്ങൾ തകർത്ത് വരെ അത്രയൊക്കെ പറഞ്ഞൊപ്പിച്ചു. അങ്ങനെ എല്ലാവരുമായിട്ട് നിന്ന് ഞങ്ങൾ ഡൽഹിയിലെത്തിയാലോ ഭയങ്കര തിരക്കാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ലേ, സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പോകും. അതേ രീതിയിലായിരുന്നു ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ.
അവിടെ ചെന്നങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ടാക്സിക്കാരൊക്കെ ഇങ്ങനെ ഓടി വരും. എന്ന് വെച്ചാൽ ആരാ വരുന്ന ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ അറിയാമല്ലോ. അങ്ങനെ വന്നു. ആ സമയത്താണ് പ്രിയപ്പെട്ട രാഹിമാമനെ ഈ സമയം വളരെ സ്നേഹത്തോടു കൂടി ഓർക്കുന്ന. എല്ലാ സപ്പോർട്ടിനും ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ട്രെയിനിൽ കയറിയപ്പം മുതൽ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നു. എല്ലാ കാര്യങ്ങളും വൺ ബൈ രാഹിമാം വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. രാഹിമാമനെ ഈ സമയം സ്നേഹത്തോടെ ഓർക്കുന്നു. അപ്പൊ രാഹിമാമനെ വിളിച്ചപ്പോഴാണ് മാം പറഞ്ഞത്, ആ സമയത്ത് ടാക്സി കൊണ്ട് നല്ല തിരക്കാണ്, നിങ്ങൾ കുറച്ച് ഇങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക ലോക്കൽ റിക്ഷ വണ്ടി അത് കിട്ടുമെന്ന് പറഞ്ഞു. എന്താ പറയുന്നത്, എനിക്ക് ആ വണ്ടി കണ്ടപ്പോൾ എനിക്കെന്നല്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അത് ആദ്യമായിട്ട് പോകുന്നത് ഞങ്ങൾക്കെല്ലാം ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. ഒരു ഇലക്ട്രിക് ഓട്ടോ പോലെ, അതായത് ബൈക്കിൽ ഒരു ഓട്ടോറിക്ഷ ഫിറ്റ് ചെയ്ത് എങ്ങനെയിരിക്കും അങ്ങനത്തെ ഒരു വണ്ടി, 4 പേർക്ക് കയറാൻ നമ്മുടെ ലഗേജ്. അപ്പം ഓരോ വ്യക്തികളുടെ കയ്യിലും 2 ബാഗും വെച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു. എന്നുവെച്ചാൽ നമ്മളിവിടെ ഒരു ടാക്സിയുടെ ഒന്നും അല്ലല്ലോ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കയറി ബാഗൊക്കെ എടുത്ത് വണ്ടിയുടെ മുകളിൽ വെച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെഞ്ചു കിടി, തമ്പുരാനെ ഇതൊക്കെ താഴെ പോകുമെന്ന്. പക്ഷെ അവരതെല്ലാം അവരൊക്കെ അത്ര എക്സ്പീരിയൻസ് ഇല്ലേ. അങ്ങനെ ഭയങ്കര തിരക്കുള്ള വഴി കൂടെ അവർ പോകുന്ന കണ്ടപ്പോ സത്യം പറഞ്ഞ ഈശ്വര, നാട്ടിലായിരുന്നു ഇവരെ പണ്ടേ പോലീസ് വെട്ടിയെടുത്ത് കയറ്റിയെന്ന് ഞങ്ങൾ വിചാരിച്ചു. അത്ര കെയറായിട്ട് 3 വണ്ടിയില് ഞങ്ങളെ എല്ലാവരെയും കൊണ്ട് സുരക്ഷിതമായിട്ട് കൊണ്ടുപോയി വിജയ ഹൗസ് നമ്മുടെ രാഹിമാം അവിടെയുള്ള ആ ഒരു ഹോട്ടലിൽ ഞങ്ങളെ സുഖമായിട്ട് കൊണ്ട് ഇറക്കി. അവിടെ ഇറക്കിയപ്പോൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കാൻ രാഹിമാമിനെയാണ് കണ്ടത്. അങ്ങനെ രാഹിമാം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ എല്ലാവരും ഓരോ മുറിയിലേക്ക് എവിടെയൊക്കെ ആരൊക്കെയാ പോകേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ബിൻസി മാമും മോള് അതുപോലെ രഞ്ജി സാറും എത്തിയത്. അവർ ഫ്ലൈറ്റിനായിരുന്നു വന്നിരുന്നത്. അവരും കറക്റ്റ് ടൈമിൽ അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഭവസം, അതായത് ട്രെയിനിൽ ഞങ്ങൾ സലാഡ്, അവല് വിളയിച്ചത് ഇങ്ങനെയൊക്കെ കഴിച്ചത് രാഹിമാന് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ കരഞ്ഞില്ലെന്നേ ഉള്ളായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് മാം ഞങ്ങൾക്ക് തന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ ബൊക്കയൊക്കെ തന്ന് സ്വീകരിച്ച്, നിഷ്മാമും ഉണ്ടായിരുന്നു, നിഷ്മാമിന് ബൊക്കെ തന്ന് സ്വീകരിച്ച് ഞങ്ങളെല്ലാവരെയും ഒപ്പം ചേർത്ത് തന്നെ മാം എല്ലാവരെയും സേഫ് ആയിട്ട് കൊണ്ട് മുറിയിലേക്ക് ഉണ്ടാക്കി. അന്ന് രാത്രി മാം ഞങ്ങളുടെ കൂടെയാണ് കിടന്നത്. പക്ഷെ എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു സന്തോഷവേളയിൽ നമുക്കെല്ലാം ഉറക്കം പോകും. എന്ന് വെച്ചാൽ എല്ലാവരുമായിട്ടുള്ള ആ വർത്താനവും കാര്യങ്ങളും എന്തൊക്കെയാ പറയുന്നത്, ഒരുപാട് നാളുകൂടി കണ്ട പോലെയാണ് എല്ലാവരും വിശേഷങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. അവസാനം അടിച്ചോടിക്കുവായിരുന്നു. പിറ്റേ ദിവസം നമുക്ക് പോകണ്ടേ ആനിവേഴ്സറിക്ക്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയി. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മുടെ സ്പെഷ്യൽ നിർജ്ജനമാരാണ് നമ്മുടെ സുമാമാടോ ബിൻസിമാമും. അപ്പൊ അവർക്ക് 2 പേർക്ക് രാവിലെ തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലണം. അപ്പൊ അവർ രാവിലെ 7 മണിയാകുമ്പോൾ അവർക്ക് പോകണം. ഞങ്ങളൊരു 9 ആകുമ്പോൾ തന്നെ റെഡി ആവണം. ആ രീതിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സേഫായിട്ട് പോയി ഉറങ്ങി. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. പൊല്യൂഷനൊക്കെ കുറവായിരുന്നു. ഇവിടുന്ന് രാഹിമാം വിളിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര പൊല്യൂഷനാ, അതുകൊണ്ട് താജ്മഹലൊക്കെ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല, അകലെ നിന്നേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി. ഈശ്വര, എന്തിന് പിന്നെ പോകുന്നെന്ന് വിചാരിച്ചു. അപ്പൊ സുഭാഷ് സാർ പറഞ്ഞു ഒന്നും പേടിക്കണം, നമ്മൾ ആർസിഎമ്മിന്റെ കാര്യത്തിനല്ല പോകുന്നത്, എല്ലാം മാറുമെന്ന് പറഞ്ഞു. ശരിക്കും പൊല്യൂഷനും ഇല്ലാതെ ഒരു പ്രശ്നമില്ലാതെ സുന്ദരമായിട്ട് നമുക്ക് എല്ലാം കാണാനായിട്ട് പറ്റി. അങ്ങനെ രാത്രി എല്ലാവരും പോയി കിടന്നു. രാവിലെ ആയപ്പം എല്ലാവരും കേസുകൾ മേക്കപ്പ് ഇട്ട് സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിട്ട് വന്നു. അതിനെല്ലാം പ്രത്യേക അമ്പിളിമാമ ഓരോരുത്തരെ ശ്രദ്ധിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ റെഡി ആവുന്നുണ്ട്, ഹെയർ സ്റ്റൈലും കാര്യങ്ങളും എല്ലാം അമ്പിളിമാം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും റെഡിയായി വന്നപ്പം വീണ്ടും രാഹിമാം നമ്മളെ ഞെട്ടിച്ചു. രാവിലെ വിഭവസമൃദ്ധമായ വേറെ ഒരു ബ്രേക്ക്ഫാസ്റ്റും നിന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ പോവുക. എന്താ 24ാമത്തെ ആനിവേഴ്സറി സെലിബ്രേഷൻ അല്ലേ. ബാബു സാർ എപ്പോഴും പറയും നമ്മൾ ആർസിഎമ്മിന്റെ ഒരു പവർ അറിയണമെങ്കിൽ നമ്മൾ ഈ സെലിബ്രേഷനൊക്കെ പങ്കെടുക്കണമെന്ന്. അന്നൊന്നും അത്ര തീവ്രമായിട്ടൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ, എനിക്കറിയത്തില്ലായിരുന്നു. എന്തായാലും ഞങ്ങൾ എല്ലാവരുടെ നടന്ന് പോയി. അവിടെ ഒരു ടാക്സിയിൽ, യൂബർ ടാക്സി ഇല്ലേ, അതിൽ 2 ടാക്സിയിലായിട്ട് ഞങ്ങൾ എല്ലാവരും പോവുക. ഞങ്ങൾ എല്ലാവരും പോയി. ശരിക്കും പറഞ്ഞാൽ സെലിബ്രേഷൻ നടക്കുന്ന ആ സ്ഥലമില്ലേ, ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇത്രയും തിരക്കൊക്കെ കാണിച്ചിട്ട് ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ സമയത്ത് സ്റ്റേഡിയത്തിൽ കൂടി ആൾക്കാർ ഒഴുകത്തില്ലേ, ആ ഒരു അനുഭവമായിരുന്നു. 20,000 എന്ന് പറഞ്ഞാൽ 20,000 ഒന്നും അല്ലായിരുന്നു അവിടെ ഉണ്ട്, 30,000-ൽ പര ആൾക്കാരായിരുന്നു. അതായത് റോഡ് അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ആർസിഎം ഫാമിലിയാ. നമ്മളെ കാണുമ്പോഴേ ജയ് ആർസിഎം എന്ന് പറഞ്ഞാൽ നമ്മളെ ആ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നതൊക്കെ വളരെ ഒരു എന്താ നമ്മൾ ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് വാതിക്കലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യും. അതുപോലെ റീഫ്രഷ് ഉണ്ടെങ്കിൽ അതൊന്നും അകത്ത് കയറ്റിക്കത്തില്ല കേട്ടോ, അതെല്ലാം സെപ്പറേറ്റ് നമ്മളെ കെയറായിട്ട് തന്നെ ഒരു സ്ഥലത്ത് ബാഗൊക്കെ അടുക്കി വെപ്പിക്കും. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുക. അകത്തേക്ക് കയറുമ്പോൾ എന്താ പറയുന്നത്, നമ്മൾ ചെറിയൊരു ഇതിനൊക്കെ പോകുന്നതല്ലാതെ ഇത്രയും വലിയൊരു സ്റ്റേഡിയത്തിൽ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ലൈവായിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ആനിവേഴ്സറി സെലിബ്രേഷൻ ഒക്കെ യൂട്യൂബിലല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് പക്ഷെ ലൈവായിട്ട് കണ്ടപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞു. ബാബു സാറും സുഭാഷ് സാറൊക്കെ പറഞ്ഞത് അതിന്റെ ആ ഒരു പവർ അറിയണമെങ്കിൽ നമ്മൾ ഇതൊക്കെ അനുഭവിച്ചറിയണം.
ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിക്കണം. നമ്മുടെ പേരൻസ് നമ്മൾ എന്താ RCM ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് 101 ന്യൂട്രിചാർജ് വുമൺ ചെയ്തതിന്റെ പേര് നമ്മുടെ അമ്പിളി മാം, അതുപോലെ അനിത മാം, അനൂപ് സാറ്, വിനീത് സാറ്, ഇവരെല്ലാരും ന്യൂട്രിചാർജ് സെക്ഷനിലേക്ക് പോയി. അവിടെ അവർക്ക് സുരേഷ് സാറ്, മനീഷ മാം എല്ലാവരും ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ പ്രത്യേക സ്വീകരണങ്ങളും കാര്യങ്ങളും എല്ലായിട്ട് അവർ ആ സെക്ഷനിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ റോയൽറ്റി ആയിട്ട് ചേട്ടനും ഞാൻ സ്റ്റാർ പ്ലാറ്റിനം, പിന്നെ ഷൈനി മാം റോയൽറ്റി. അപ്പൊ അങ്ങനെ ഞങ്ങൾ വേറെ സെക്ഷനിലേക്കും പോയി. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് കൈ ബാൻഡും എല്ലാം നമുക്ക് തന്നു. അതെല്ലാം ആയിട്ട് ഞങ്ങൾ ഇപ്പൊ കയറുമ്പോഴും നമ്മളോട് പറയും കൈവിട്ട് കഴിഞ്ഞാൽ ഇന്ന ഏരിയ വന്ന് നിൽക്കണം എന്നൊക്കെ പറഞ്ഞാ പോകുന്നത്. അങ്ങനെ അവിടുന്ന് ഷേക്ക് ഹാൻഡ് ഞങ്ങൾ എല്ലാവരും ഓരോ സെക്ഷനിലേക്ക് പോയി. സത്യം പറയാലോ, എനിക്ക് ആ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാനായിട്ട് സാധിച്ചു, റോയൽറ്റി ആയതുകൊണ്ട്. ചേട്ടൻ്റെ ഒപ്പം പോയതുകൊണ്ട് അവിടെ സ്വീകരിച്ചിരുത്തി. കറക്റ്റ് ടൈമാണ് ചെന്നത്. ആ ടൈം ചെന്നപ്പോ തന്നെ എന്താ റോയൽറ്റി അച്ചീവേഴ്സിനെ എല്ലാ സ്റ്റേജിലേക്ക് വിളിക്കുക. റോയൽറ്റി അച്ചീവേഴ്സ് എന്ന് പറഞ്ഞാലോ 2000-ന് മുകളിൽ ആൾക്കാരാണ് റോയൽറ്റി അച്ചീവേഴ്സ്. ഞെട്ടിപ്പോയി സത്യം പറയാഞ്ഞാല്. അങ്ങനെ ആൾക്കാരുടെ ഒഴുക്ക്, ക്ഷമ എന്നുള്ളത് ഏത് വ്യക്തിയാണ് അവിടെ പോയി നിന്നാ പഠിക്കും നമ്മള്. ആ ഒരു ക്ഷമയില് ക്യൂ പാലിച്ച് നിന്ന് നമ്മൾ, പക്ഷെ ആ ഒരു സന്തോഷ സ്നേഹം ആദ്യമായിട്ട് പോകുന്ന അവസരത്തിൽ എനിക്ക് കിട്ടിയ ഒരു നന്മ. ശരിക്കും നിഷമാമിലെ സുഭാഷ് സാറിന്റെ ആ ഒരു വിളിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും കാണാനും ആസ്വദിക്കാനും പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്ന് സ്റ്റേജിൽ തൊട്ട് വണങ്ങി ഞങ്ങൾ സ്റ്റേജിൽ കയറി ആ ഒരു അവസരത്തിൽ സുജിത് സാറിനെ കണ്ടു. അവരെ അഖില മാം ഒക്കെ ഹായ് തന്നു. അങ്ങനെ ആ ഒരു സന്തോഷത്തോടു കൂടി നമ്മളൊരു വേറൊരു ലോകത്തും തന്നെ പറയാം. ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇത്ര ഓഡിയൻസ് അല്ലേ, 10ഉം 15ഉം അല്ലെ, 20,000-ൽ പരം ആൾക്കാരായിരുന്നു ആ ഒരു സ്റ്റേഡിയത്തിനകത്തുണ്ടായിരുന്നു. അവരെ എല്ലാരെയും കണ്ട് വണ്ടറടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മൂർത്തി സാർ ഓടി വന്നു എനിക്കും ചേട്ടനും ഒക്കെ ഷേക്ക് ഹാൻഡ് തന്നു. ഒത്തിരി സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സീറ്റിൽ വന്നിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പലരും സ്റ്റേജിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡയമണ്ട് സുരേന്ദ്രഭട്ട് സാറ് വരുന്നുണ്ട്, രവി OP ശർമ്മ സാറ് വരുന്നുണ്ട്, അങ്ങനെ പല ലീഡേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട TCG. അത് മറക്കാൻ പറ്റത്തില്ല ഒരിക്കലും. കാര്യം പറഞ്ഞാല് TCG ഒക്കെ നമ്മൾ സ്റ്റേജിലേക്ക് വരുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ TCG വരുന്ന സമയത്ത് ആ മൊബൈലിന്റെ വെട്ടം തെളിച്ച് എല്ലാ ഓഡിയൻസും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. അപ്പൊ നമ്മള് ഇവിടെ എഴുന്നേറ്റ് നിൽക്കാനൊന്നും അവിടെ പറയേണ്ട കാര്യമില്ല. അവർ ഓൾറെഡി TCG, രവി OP ശർമ്മ സാർ ആര് വന്നാൽ അവരെല്ലാം എഴുന്നേറ്റ് നിന്ന് കയ്യടിയാണ്. അപ്പൊ TC സാർ ഇങ്ങനെ വന്ന് മൊബൈലിന്റെ വെട്ടം ഇങ്ങനെ കംപ്ലീറ്റ് തെളിയും. ഞാനിത് ഭയങ്കര അതിശയത്തോടെ കാണുക. 25,000-ന് മുകളിൽ ആൾക്കാരുണ്ട് കേട്ടോ. നോക്കുമ്പോ അതിൽ പരമുണ്ട്, 30,000-ന് ആൾക്കാരായിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വണ്ടറടിച്ച് കംപ്ലീറ്റ് നോക്കി TC സാർ ഇങ്ങനെ സ്റ്റേജിലേക്ക് വരുന്നു. ശരിക്കും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആ നിൽക്കുന്ന നിപ്പ്, പഠനക്കളരിൽ സുഭാഷ് സാറ് ചിലപ്പോൾ പറയുന്നുണ്ടായിരുന്നു നമുക്ക് അറിവ് കൂടും തോറും വിനയവും നമുക്ക് കൂടണമെന്ന്. അദ്ദേഹം ആ മൈക്കും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് പോയിട്ടില്ല. ആ നിൽക്കുന്ന സമയത്ത് എല്ലാവരും കയ്യടി. അവസാനം ഇരുന്നു. പക്ഷെ ഇരുന്നപ്പോ എന്നെ ഞെട്ടിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, എന്റെ പുറകിലെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്, ആൾക്കാരെല്ലാം ഇരിപ്പുണ്ട്. അദ്ദേഹം വന്ന് നിന്ന് ഇങ്ങനെ നിരുന്ന സമയത്ത് ആൾക്കാരെല്ലാം കൈ തൊഴുത് പറയുകയാണ്, എന്താ, ഹരഹര മഹാദേവ ശംഭോ. ശരിക്കും പറഞ്ഞ കുളിര് പോരുന്ന ഒരു അവസ്ഥയായിരുന്നത്. കണ്ണൊക്കെ നിറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ദൈവതുല്യനായിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ അവരവിടെ ദൈവമാണ്, അവരുടെ ദൈവം തന്നെയാണ് TCG. അതേ കയറി വന്നപ്പോൾ ഇവര് പറയുന്ന ഒരു വാക്കാണ് ഹരഹര മഹാദേവ ശംഭു. ശരിക്കും കുളിര് പോരി കണ്ണീന്നൊക്കെ ഞങ്ങൾക്ക് വെള്ളം ഒഴിയ ഒരു അവസ്ഥയായിരുന്നത്. ആ ഒരു എന്നാ പറയുക, നമുക്ക് ആ കുളിര് പോരി വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഇങ്ങനെ സൈലന്റ് ആയി ആ ഒരു നിമിഷം കൊണ്ട്. പിന്നെ അദ്ദേഹം ഹിന്ദിയൊക്കെ എനിക്ക് അത്യാവശ്യം അറിയാവുന്നതുകൊണ്ട് അറിയാലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേട്ടനോട് ചോദിക്കുമ്പോൾ എന്നെ വഴക്ക് പറയും, സൈലന്റ് ആയിട്ടിരിക്കും, ഞാൻ എല്ലാം പറഞ്ഞു തരാം. പക്ഷെ ചേട്ടൻ പറഞ്ഞു തന്നു എനിക്ക് പെട്ടെന്ന് അത് പറയാനായിട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു എന്താ പറയുന്ന ഒരു അനുഭവം ശരിക്കും നമ്മൾ എല്ലാവരും തന്നെ നമ്മളവിടെ പോയി കാണണം. നമ്മൾ ഈ RCM-ൽ നെഞ്ചോട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആനിവേഴ്സറി സെലിബ്രേഷൻ പങ്കെടുക്കണം. നമ്മൾ RCM-ന്റെ ഒരു പവർ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫാമിലിയോട് കൂടി തന്നെ വേണം നമ്മൾ ആ പ്രോഗ്രാമിന് പോകാനായിട്ട്. അങ്ങനെ വന്നു. അത് കഴിഞ്ഞാണ് നമ്മുടെ പ്രിയങ്ക മാം വരുന്നത്. പ്രിയങ്ക മാം വന്നപ്പോ ഉണ്ടല്ലോ, നമ്മുടെ സ്പെഷ്യൽ നിർജ്ജനമാരെല്ലാം ഒരു നല്ല മാലാഖമാരുടെ വേഷമില്ലേ, ആ വേഷത്തിൽ സ്റ്റേജിൽ കംപ്ലീറ്റ് ഇങ്ങനെ കയറുമ്പോൾ സ്റ്റേജ് എല്ലാം ഇങ്ങനെ തിളങ്ങുക അവര്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മുടെ ബിൻസി മാമും ഉണ്ട്, നമ്മുടെ സുമാ മാമും ഉണ്ട്. അപ്പം ഈ തിളങ്ങി ഇങ്ങനെ അവരിങ്ങനെ സർക്കിൾ ചെയ്തൊക്കെ വന്ന് ഒരു നല്ല ഭംഗിയിലാണ് വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്നിടത്തേക്കാണ് നമ്മുടെ പ്രിയങ്ക മാം കയറി ചെല്ലുന്നത്. ആ ഒരു കയറി ചെല്ലുന്ന ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ സിനിമയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, അതായത് ഹിന്ദി സിനിമ അങ്ങനെയൊക്കെ ഉള്ളതിലല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആ മാം വന്ന് നിൽക്കുന്നിട്ട് ഈ ഇവര് സ്പെഷ്യൽ നിർജ്ജന്മാരെല്ലാം ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ മാലാഖമാരുടെ നടുക്ക് നമ്മുടെ പ്രിയങ്ക മാം നിൽക്കുന്ന ആ ഒരു അവസ്ഥ സൂപ്പർ ആയിരുന്നു. ആ ഒരു കാര്യങ്ങളെല്ലാം മാം പറഞ്ഞ് മാം ഇറങ്ങി. അതുപോലെ തന്നെ അന്ന്
പിന്നെ എനിക്ക് അവിടെ സംഭവിച്ചൊരു കാര്യമാണ്, നമ്മൾ ഈ നാട്ടിൽ ഫിസിക്കൽ മീറ്റിംഗ് എല്ലാം വെക്കുമല്ലോ. അപ്പൊ ലീഡേഴ്സ് ഒക്കെ പറയല്ലേ, പുതിയ ബിഗിനേഴ്സ് എഴുന്നേറ്റ് നിൽക്കുക, പുതിയ സ്റ്റാർട്ടർ, പുതിയ ഓപ്പണർ, ഇങ്ങനെയൊക്കെ പറയത്തില്ലേ. പക്ഷെ ഞാൻ അവിടെ കണ്ടൊരു കാര്യം, അവിടെ ഇതൊന്നും അല്ല കേട്ടോ. അവിടെ പറയുന്ന പുതിയ എംറാൾഡ് എഴുന്നേറ്റ് നിൽക്കുക, സ്റ്റാർ എംറാൾഡ് എണീറ്റ് നിൽക്കുക. അവിടെ അതാണ്. ഇവിടെ വേറെ ഒന്നിനും വിലയില്ല, റോയൽറ്റി ടെക്നിക്കൽ ഒന്നുമില്ല. അവിടെ എംറാൾഡ് ആണ്. എംറാൾഡ് ആരൊക്കെ എഴുന്നേറ്റ് നിൽക്കൂ, സ്റ്റാർ എംറാൾഡ് ആരൊക്കെ എഴുന്നേറ്റ് നിൽക്കൂ. ശരിക്കും എന്താ അല്ലേ? ശരിക്കും അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊന്നും പോയാൽ പോരാ, നമുക്ക് വളരണം എന്നുള്ളൊരു ചിന്ത, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം. ഇങ്ങനെ 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 പോയാൽ പോരാ, എഴഞ്ഞെഴഞ്ഞ് പോയാൽ പോരാ, എന്തെങ്കിലുമൊക്കെ ആയി തീരണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത് ശരിക്കും ഇതൊക്കെ കാണുമ്പോഴാണ് കേട്ടോ. ശരിക്കും ഞാൻ ചേട്ടനോട് ചോദിച്ചു, ഇതിനായിട്ട് ഇങ്ങനെ എണീപ്പിച്ച് നിർത്തുന്നത്. അപ്പോഴാണ് ചേട്ടൻ പറയുന്നത്, നമ്മുടെ നാട്ടില് ഇങ്ങനെ എണീപ്പിക്കൽ ഓപ്പണർ ആരാ, ബിഗിനർ ആരാ, ഇവിടെ നേരെ തിരിച്ചാണ്. ശരിക്കും പറഞ്ഞാല് എംറാൾഡ് ആരൊക്കെയാന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തർ എഴുന്നേറ്റ് കൈ വെക്കുന്നു, സ്റ്റാർ എംറാൾഡ്. ഞാൻ ചോദിച്ചു താഴെ ലെവലൊന്നും വേണ്ടെന്ന് ചോദിച്ചു. ഇവിടെ അതൊന്നും വേണ്ട, ഇവിടെ മുതലുള്ള എംറാൾഡ് മുതലുള്ള ആൾക്കാർ മതി അവിടെ. അത് കഴിഞ്ഞ് നമ്മുടെ ഡയമണ്ട് സാർ കയറി വന്ന് സംസാരിച്ചു, നമ്മുടെ രവി ഒ പി ശർമ്മ സാർ സംസാരിച്ചു, ടി സുജിര മോഹൻ വന്ന് സംസാരിച്ചു. പിന്നെ ഉള്ളത് പുതിയ ടെക്നിക്കൽ അച്ചീവേഴ്സ്, 500-ന് മുകളിലുള്ള ടെക്നിക്കൽ അച്ചീവേഴ്സ് ആണ് പുതിയതായിട്ട് ഉണ്ടായിരുന്നത്. ഞെട്ടിപ്പോകത്തില്ല ശരിക്കും, ഇത്ര 500-ന് മുകളിൽ, 550-ന് മുകളിൽ. അത് കഴിഞ്ഞ് പിന്നെ എംറാൾഡുമാര്, പിന്നെ സ്റ്റാർ എംറാൾഡുമാര് പുതിയവര്, അങ്ങനെ വന്ന് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാല് എന്നാ പറയുന്നത്, അവർ ആ ഫാമിലി ആയിട്ട് സ്റ്റേജിലേക്ക് കയറി വരുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കും എന്തെങ്കിലും ആവണം, നമുക്കും വരുന്ന വർഷം ഒരു ടെക്നിക്കൽ ആവണം, ഒരു എമറാൾഡ് ആയി ആ സ്റ്റേജിൽ കയറുന്ന ഒരു വാശിയും കയറും നമുക്ക് വരും സത്യം പറഞ്ഞാല്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ പുതിയ കോർ ലീഡേഴ്സിനെ, ഇല്ലേ, നമ്മുടെ മൂർത്തി സാറിനെ പോലെയൊക്കെ പുതിയ കോർ ലീഡേഴ്സിനെ പരിചയപ്പെടുത്തി, ഫാമിലിയെ പരിചയപ്പെടുത്തി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഏകദേശം നമ്മുടെ ടി സി സാറിന്റെ മോൻ വന്നു. അപ്പൊ ഏകദേശം തീരുന്ന ആ ഒരു സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി, ഞാൻ ചേട്ടനും ഇറങ്ങി ഇങ്ങനെ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഓഡിയൻസ് ഇറങ്ങത്തില്ലേ, അതേ രീതിയിൽ ഒഴുക്കിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടന് പറഞ്ഞു, ചേട്ടാ ഇപ്പം നമ്മുടെ സ്റ്റേഡിയത്തിൽ 30,000 അല്ലെ 20,000-ന് മേളിൽ ആൾക്കാരുണ്ടെങ്കിൽ അത്രയും ഓഡിയൻസ് തന്നെ ഉണ്ട് പുറത്ത് കുറവൊന്നുമില്ല, വിരലിലെണ്ണാവുന്ന പറ്റുന്ന ആൾക്കാരല്ല. ഈ അകത്തുള്ള അത്ര ആൾക്കാർ തന്നെ പുറത്തുമുണ്ട്. ശരിക്കും ഞെട്ടിപ്പോയി. നമുക്ക് അവിടെ ചില ഭക്ഷണം കാര്യങ്ങളൊന്നും അല്ല, ഈ ഓഡിയൻസിനെ കണ്ടു, ഈ പ്രോഗ്രാം കണ്ടു തന്നെ നമ്മുടെ കണ്ണും മനസ്സും നിറയുന്നുള്ളതാണ്. അങ്ങനെ ഓഡിയൻസിനെ ഒക്കെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണമല്ലോ. അങ്ങനെ നമ്മുടെ ഗുഡ്ഡൂണിന്റെ സൂപ്പർ ഒരു വെജിറ്റബിൾസ് ബിരിയാണിയും വെള്ളം എല്ലാം ഞങ്ങൾ കുടിച്ചു. അവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. പക്ഷെ നമ്മൾ ആ പ്രോഗ്രാം കഴിഞ്ഞറിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കുറച്ച് സീരിയസ് ആയി കേട്ടോ. ഇങ്ങനെ ആയാൽ പോരാ, എന്തെങ്കിലുമൊക്കെ ആവണം. അങ്ങനെ ഞങ്ങളെ പ്രിയപ്പെട്ട നിഷാമന് ഞങ്ങളെല്ലാം കുറച്ച് വാക്കുകളൊക്കെ കൊടുത്തു. എന്തെങ്കിലുമൊക്കെ ആവണം, ഇങ്ങനെ ആയാൽ പോരാ. നമ്മൾ RCMൽ വന്നല്ലോ, എന്തായാലും നനഞ്ഞു, എന്നാൽ നന്നായിട്ട് കുളിച്ചങ്ങ് കയറിയാലോ. ആ രീതിയിൽ എല്ലാവർക്കും ഓരോ തീരുമാനങ്ങളെല്ലാം എല്ലാവരും ഏറ്റെടുത്തു. അങ്ങനെ അവിടെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ, അമ്പിളിമാമാട്ടെ, നിഷമാമാട്ടെ, എല്ലാവരും, രാഹിമാമാട്ടെ, എല്ലാവരും ആ ഒരു സപ്പോർട്ട് സ്നേഹത്തോടും കൂടി എല്ലാവരോടും വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചു. ഇനിയും വരുന്ന വർഷവും നമ്മൾ മാത്രമല്ല, നമ്മൾ ഈ 15 മാത്രമല്ല, 150 1500 മേളിൽ കൊണ്ടുവന്നാൽ പോലും നമുക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാകത്തില്ല. അത്രയ്ക്കൊരു പവർ ആയിരുന്നു നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ നമുക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ പിന്നെ കുറെ ലീഡേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടു, എല്ലാവർക്കും ഷെയ്ക്കാനൊക്കെ കൊടുത്തു, എല്ലാവരുമായിട്ട് നിന്ന് ഫോട്ടോസ് എല്ലാം എടുത്തു. അങ്ങനെ പിന്നെ സമയം പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ 3 മണി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ എന്താ അടുത്തത്, നമുക്ക് അന്ന് വൈകുന്നേരം അശ്വത്ഥ ടെമ്പിളിലേക്ക് പോകണം. അവിടുന്ന് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ അശ്വത്ഥ ടെമ്പിളിലെത്തി. അശ്വത്ഥ ടെമ്പിളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ക്ലോക്ക് റൂമിൽ നമുക്ക് ഫോണോ വാച്ചോ ഒരു സാധനം നമ്മളെ അകത്ത് കയറ്റിക്കത്തില്ല കേട്ടോ. അതെല്ലാം നമ്മളിപ്പോ എത്ര പേരുടെ കയ്യിൽ ഫോണുണ്ട്, ഫോണിന്റെ എണ്ണം, ബാഗിന്റെ എണ്ണം, കറക്റ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. അങ്ങനെ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മളെ അകത്തേക്ക് കിടത്തത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെ അശ്വത്ഥ ടെമ്പിളിൽ. ഞങ്ങളുടെ ജോസിമത് സാർ പറഞ്ഞായിരുന്നു, ഡൽഹി പോയാൽ അഷ്ടമം ഉറപ്പായിട്ടും കാണേണ്ട ഒരു സംഭവമാണ് അശ്വത്ഥ ടെമ്പിൾ എന്ന് വെച്ചാൽ കയറി കഴിഞ്ഞാൽ ഹൈജീന്റെ കാര്യത്തിലാണെങ്കിലും അവിടുത്തെ വർക്കുകളാണെങ്കിലും ഭയങ്കര സംഭവം. പെട്ടെന്ന് നമ്മൾ എന്താ പറയാ, നമ്മളൊരു ബാഹുബലി പിക്ചറൊക്കെ കാണുമ്പോൾ ആ കൊട്ടാരം ഇല്ലേ, അതിനേക്കാട്ടും പവറായിട്ട് സംഭവങ്ങളാണ് അകത്തേക്ക് കയറുമ്പോൾ മുതലുള്ളത്. നമ്മൾ എല്ലായിടം കണ്ട വാവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി ഓരോ ഏരിയയിൽ നോക്കി കവർ ചെയ്താ പോകുന്നത്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ കറക്റ്റ് സമയത്തായിരുന്നു, അവിടെ ദീപാരാധന ടൈം ആയിരുന്നു, വൈകുന്നേരം ഗുരുനാരായണ സ്വാമിയുടെ ദീപാരാധന ടൈം ആയിരുന്നു. ആ ടൈമിൽ ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരി, അപ്പൊ ആ സമയത്ത് ചെരുപ്പൊക്കെ ചാക്കിനകത്ത് കെട്ടി അവിടെ സേഫ് ആയിട്ട് വെക്കണം. അങ്ങനെ ഞങ്ങള് ദീപാരാധന കയറി തൊഴുതു. എല്ലാം തൊഴുത് കഴിഞ്ഞിട്ടാണ് അവിടെ വാട്ടർ ഷോ ഉള്ളത്. അതിന് ഞങ്ങൾ പാസ് എല്ലാം കൊടുത്ത് ഞങ്ങൾ അകത്ത് കയറി. ശരിക്കും പറഞ്ഞാൽ എന്താ ആ ഒരു വിസ്മയം, ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ലേസറിന്റെ സംഭവമാണ്, ലേസർ പ്ലേ ആണ് ആ ഒരു
സംഭവം. അതായത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു ഫീല്. അത് ഒത്തിരി ഞാനങ്ങ് വർണ്ണിക്കുന്നില്ല. അതെല്ലാരും നേരിട്ട് പോയി അനുഭവിച്ചറിയേണ്ട കാര്യം. ആ ഒരു വാട്ടർ ഷോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് തോന്നുന്നില്ലേ, നമ്മുടെ TCG പറയുന്ന പോലെ നമ്മൾ ലോകത്തിന് നമ്മൾ ചെയ്യേണ്ട ഒരു നന്മ, നന്മയുള്ള മനുഷ്യരാകാനും നന്മ നശിച്ചിട്ടില്ലെന്നും എത്ര തിന്മ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും നന്മ നശിക്കപ്പെടുന്നില്ലെന്നും ഉള്ള ആ ഒരു നിലനിർത്തല്, ആ ഒരു നന്മ ഇങ്ങനെ നിലനിർത്തണം എന്നുള്ള ആ ഒരു മെസ്സേജ് ശരിക്കും ആ ഒരു 3/4 മണിക്കൂറത്തെ വാട്ടർ ഷോയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതൊരു ഫസ്റ്റ് ഷോ ആയിരുന്നു. ശരിക്കും ആ വാട്ടർ ഷോ കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങളൊക്കെ ആകെ ഒരു സ്തംഭിച്ചൊരിപ്പായി. ഞാൻ വിചാരിച്ചു ജസ്റ്റ് വെള്ളമൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോയവരൊക്കെ വരുന്നെന്നാ. പക്ഷെ അതല്ല, ആ ഒരു കഥയിലൂടെയാണ് നമ്മളെ ആ ഒരു ലോകത്തേക്ക് എത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളെല്ലാം ആകെ അത് ഞങ്ങൾ ആദ്യമായിട്ട് കുറെ പേര് പോയില്ലേ, അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ആ ഒരു സംഭവം. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സമയം കുറെ ലേറ്റ് ആയി കേട്ടോ. എന്ന് വെച്ചാൽ അതുപോലെ കാണാനുണ്ട് അവിടെ. അങ്ങനെ കണ്ട് ഞങ്ങള് തൊഴുതും എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും പിന്നെ ബിജി സാറ് പോയി പ്രത്യേക പ്രസാദങ്ങളും കാര്യങ്ങളും എല്ലാം മേടിച്ചു. അവിടുന്ന് മേടിച്ച് ഞങ്ങള് നേരെ റൂമിലോട്ട് വരുക. വണ്ടിയൊക്കെ പിടിച്ച് ഞങ്ങൾ റൂമിലോട്ട് വരിക. റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ, പിറ്റേ ദിവസം രാവിലെ പോണ സങ്കട. എന്ന് വെച്ചാല് നമുക്ക് സെലിബ്രേഷൻ ആഘോഷം ശരിക്കും പറഞ്ഞാൽ കണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുമല്ലേ. ഒരിക്കലും അതിന്റെ ആ ഒരു അവസ്ഥ, ആ ഒരു ഫീല് നമ്മൾ ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം. അപ്പം വരുന്ന വർഷത്തെ സെലിബ്രേഷൻ എന്താ പ്രത്യേകത? 25ാമത്തെ വർഷമാണ് അല്ലേ. ആർച്ചും ശരിക്കും ഒരു യുവാവായി മാറി. ശരിക്കും അന്നൊക്കെ നമുക്ക് ടിക്കറ്റ് കിട്ടിയാൽ കിട്ടിയെന്ന് തന്നെ പറയാം. എന്തായാലും പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മിനിമം ഒരു റോയൽറ്റി ആവണം, എങ്കിലേ നമുക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് ഇതെല്ലാം കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ അതെല്ലാം മനസ്സിൽ താലോലിച്ച് എന്താ പറയുന്നത്, എല്ലാവരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും 8 മണി 9 ഞങ്ങൾ റൂമിലേക്ക് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞ് വീണ്ടും ഞങ്ങളെ രാഹിമാം ഞെട്ടിച്ച് വിഭവസമൃദ്ധമായ സദ്യയൊക്കെ തന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് രാവിലെ 2 മണി, വെളുപ്പിന് 2:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് സ്റ്റേഷനിലേക്ക് പോകണം. 4 മണിക്കാണ് ട്രെയിന്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അന്ന് ഉറങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആഗ്ര കാണാൻ സാധിക്കും, താജ്മഹൽ കാണാൻ സാധിക്കും, ഇങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അതെല്ലാം കാണാൻ സാധിച്ചു. ആരാ തന്നത്? നമുക്ക് RCMൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കുറെ നന്മകൾ നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ട്രെയിൻ യാത്രയിലെ കുറെ കൂട്ടുകാര് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടുന്ന് ചെറിയൊരു ജലദോഷമായിട്ടാണ് പോയത്. പക്ഷെ ആ ട്രെയിനിൽ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം അതുപോലെ കെയറിങ് ആയിരുന്നു. വിനീത് സാറൊക്കെ ആണെങ്കിൽ എപ്പോഴും ഫ്ലാസ്കിൽ ചൂടുവെള്ളം എടുത്ത് വെച്ച് തുളസി ഡ്രോപ്സ് ഒക്കെ ഒഴിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. പ്രത്യേകിച്ച് നല്ല കെയറിങ് ആയിരുന്നു. ആ ഒരു സന്തോഷവും സ്നേഹവും. അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുന്നത്, നമ്മളെ കമ്പനി വന്നപ്പോഴത്തേക്കും, കമ്പനിയല്ല, നമ്മൾ ആ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ TV-ലൊക്കെ അല്ലേ കണ്ടുള്ളൂ. പക്ഷെ ആ ഒരു ജനക്കൂട്ടം ശരിക്കും പറഞ്ഞാൽ 20,000 30,000 പേരൊക്കെ അതിൽ പങ്കെടുത്തുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളക്കാര് നമ്മൾ പോണം, ശരിക്കും അത് അനുഭവിച്ചറിയേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഒരു സെലിബ്രേഷൻ. അപ്പൊ വരുന്ന വർഷം എല്ലാവരും കുടുംബത്തോടു കൂടി തന്നെ ഈ ഒരു സെലിബ്രേഷനിൽ പങ്കെടുത്താലേ ഉള്ളൂ നമുക്ക് RCMന്റെ പവർ എന്താന്ന് നമുക്ക് ശരിക്കും അറിയാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ രാത്രി ഈ പോയ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊക്കെയുള്ള ആ ചിന്തയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ വെളുപ്പിന്, അപ്പം രാഹിമാമന് എന്ത് ചെയ്താൽ പോകാനാണ് താല്പര്യമില്ല, ഭയങ്കര സങ്കടമാണ്. പക്ഷെ ഞങ്ങള് വെളുപ്പിനെ പോകൂല. പിന്നെ മാം തന്നെയല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ തല്ലിക്കൂട്ടി പറഞ്ഞു വിടാന്ന് വെച്ചാലും വിടാൻ ഞങ്ങൾക്ക് സമ്മതമില്ല. പക്ഷെ മാമിനും അതുപോലെ തന്നെ. പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പാവം തന്നെയല്ലേ. അങ്ങനെ ഞങ്ങൾ സുഭാഷ് സാറിനെ വിളിച്ച് രാഹിമാമിനെ സന്തോഷമായിട്ട് വീട്ടിലേക്ക് അയച്ചു. അങ്ങനെ ഞങ്ങൾ രാത്രി എന്ത് ചെയ്താൽ ഉറങ്ങുന്നുമില്ല. ഉറങ്ങി കഴിഞ്ഞാൽ ആ ഒരു അറിയാലോ, വെളുപ്പിനെ എഴുന്നേക്കേണ്ടതല്ലേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വർത്താനം പറഞ്ഞ് എന്തായാലും കിടക്കാതെ പറ്റത്തില്ലല്ലോ. പിന്നെ ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല കേട്ടോ. വർത്താനങ്ങളെല്ലാം പറഞ്ഞ് എന്നുവെച്ചാൽ മനസ്സിൽ നിന്ന് ഇത് ഒരിക്കലും പോകുന്നില്ല. ഈ ഒരു സെലിബ്രേഷൻ ആണ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്ന ജനക്കൂട്ടം. നമ്മുടെ TCG വന്നപ്പോഴുള്ള കാര്യങ്ങള്, അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞത്, ഇതെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ആവണം, ആ ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരുമായിട്ട്, ഞങ്ങൾ കൂട്ടത്തിൽ വന്ന് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തൊക്കെ ഞങ്ങൾ സന്തോഷത്തോടെ ഇരുന്നു. അങ്ങനെ 2:30 3 മണിയായപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. പക്ഷെ സ്റ്റേഷനിൽ ചെന്നപ്പോൾ എന്താ, ട്രെയിൻ ലേറ്റ് ആയിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ലേഡീസ് ഒക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് ഉറങ്ങി. അങ്ങനെയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒരു 8:30 9 ആയപ്പോൾ ട്രെയിൻ വന്നു. ഞങ്ങൾ എല്ലാവരും ട്രെയിൻ കയറി. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എന്താ, കളി ചിരിയൊക്കെ ഇച്ചിരി കുറഞ്ഞു. അതായത് ഓരോരുത്തർക്കും എക്സ്പീരിയൻസ്, അതായത് ആനിവേഴ്സറി സെലിബ്രേഷൻ ഓരോരുത്തർക്കും കിട്ടിയ അനുഭവങ്ങൾ സുരേഷ് സർ ചേട്ടൻ അത് എല്ലാവരോടും ചോദിച്ചു. ഓരോരുത്തർക്കും കിട്ടിയ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തർ ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിട്ട് എല്ലാവർക്കും ഒരു പ്രത്യേക മാറ്റം തന്നെ സംഭവിച്ചെന്ന് പറയും. എല്ലാവരും അങ്ങനെ അവിടെ കണ്ട കാര്യങ്ങളും വന്നില്ലെങ്കിലുള്ള നഷ്ടബോധവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ഒക്കെ ചെയ്തു. അതിൻ്റെയൊക്കെ ഫുഡ് കഴിയും കാര്യങ്ങളൊക്കെ വന്നു.
അങ്ങനെ നമ്മുടെ ഗോപാലകൃഷ്ണ സാറ് ശരിക്കും പറഞ്ഞാല് ഇങ്ങനെയൊക്കെ പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ ഇച്ചിരി സീരിയസ് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഞങ്ങളുടെ എല്ലാ കളിക്കും കാര്യത്തിനും ഒക്കെ സാറ് കട്ട സപ്പോർട്ടായിരുന്നു. പാട്ട് പാടാനും എല്ലാത്തിനും സാറ് ഞങ്ങൾക്ക് കട്ട സപ്പോർട്ടായിരുന്നു. അപ്പൊ സാറ് നമ്മുടെ ശരിക്കും പറഞ്ഞാല് മധ്യപ്രദേശ് അവിടെയാണ് അദ്ദേഹത്തിന്റെ മകള് ബിന. അപ്പൊ ആ ഒരു സ്ഥലത്തെത്തിയപ്പോ അദ്ദേഹം ഇറങ്ങി നല്ല പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചാണ് സാറിനെ ഞങ്ങൾ ഇറക്കിയത്. അങ്ങനെ സാർ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ സാർ എന്താ പോരണമെന്നുണ്ട്, പക്ഷെ മോളെ കാണണ്ടേ, ഇങ്ങനെ പോകുമ്പോഴല്ലേ സാറിന് മോളുടെ അടുത്ത് ഒരാഴ്ചയൊക്കെ തങ്ങാൻ പറ്റുള്ളൂ. ആ ഒരു സന്ദർഭത്തിൽ സാർ അവിടെ ഇറങ്ങി. പക്ഷേ സാറ് മിനിറ്റിന് ഞങ്ങളെ വിളിച്ച് അന്വേഷിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാഹിമാമ വിളിച്ചുകൊണ്ടിരുന്നു, എവിടെ എത്തി, ഭക്ഷണം കഴിച്ചോ, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ സുഭാഷ് സാറാണ് വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് എല്ലാവരുടെയും സന്തോഷവും ക്ഷേമവും എല്ലാം അന്വേഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങള് പിന്നെ സുമാമാം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് കിട്ടിയ M4 ആണെങ്കിൽ സുമാമാവിന് കിട്ടിയ M14. പിന്നെ അവിടുന്ന് മാമിനെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്നിരുത്തി അവിടെ ഇരുന്ന് ക്ലാസ്സും കാര്യങ്ങളും മാമിന്റെ വക നിർജ്ജരയെ പറ്റിയുള്ള സെക്ഷനും അമ്പിളിമാം ന്യൂട്രിചാർജിന്റെ കാര്യങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാര്യങ്ങളൊക്കെ ഇത് ഞാൻ ഡീറ്റെയിൽ പറയില്ല കേട്ടോ, നിങ്ങൾ എല്ലാവരും അടുത്ത വർഷം പോകണം. അങ്ങനെ ആ ഒരു സന്തോഷം കാര്യങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തു. അങ്ങനെ ആലുവയിലെത്തിയപ്പം സുമാമ ഇറങ്ങി. സുമാമ അങ്ങനെ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആദ്യമൊക്കെ മാം നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷെ ആലുവ അടുക്കം തോറും മാമിന് ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങളുടെ നിഷമാമിന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് ഇറങ്ങിയത്. എല്ലാവരോടും ഭയങ്കര സ്നേഹവും സന്തോഷവും ഒക്കെ ആയിട്ട് ഇറങ്ങാൻ നേരം ഇപ്പോഴും മനസ്സിൽ കിടക്കുക. കണ്ണുനീരൊക്കെ ഒഴുകി ഞങ്ങൾക്കൊക്കെ ടാറ്റ തന്നാണ് മാം ഇറങ്ങിയത്. ഞങ്ങൾക്കും ഭയങ്കര ഒരു വിഷമമായി പോയി. അങ്ങനെ സുമാമാവിനെ സന്തോഷമായിട്ട് ഞങ്ങൾ യാത്രയാക്കി. പിന്നെ വരുന്ന വഴിക്ക് കുറെ അയ്യപ്പന്മാര് കയറി. പിന്നെ പറയണ്ട, വിജയ് സാറ്, വിനീത് സാർ, ഇവരെല്ലാം പാട്ടിന്റെ ആശാന്മാരെ. ഞങ്ങൾ പിന്നെ പ്രത്യേക ഓർഡറി ആണല്ലോ. അങ്ങനെ എല്ലാവരും കൂടി പാട്ടും പാടി തകർത്ത് വാരി. ശരിക്കും പറഞ്ഞ ട്രെയിനിലെ 10-12 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ലേറ്റ് ആവുന്നതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ചു. ആർസിമിനെ പറ്റി കൂടുതലുള്ള ക്ലാസ്സുകളും കേട്ടൊക്കെ പോരുന്നതുകൊണ്ട് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സന്ധ്യയൊക്കെ ആകുന്ന സമയത്ത് ഒരു 6:30 ആയപ്പോ എന്താ അവിടെ അങ്ങോട്ട് ഭജൻസ് തുടങ്ങി. നിലവിളക്ക് കത്തിച്ചില്ലെന്നുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു. അയ്യപ്പന്റെ പാട്ടൊക്കെ പാടി, പിന്നെ അയ്യപ്പന്മാരും കൂടി എല്ലാവരും കൂടെ. ഞങ്ങൾ ഈ അന്താക്ഷരി കളിക്കുമ്പോൾ ഉണ്ടല്ലോ, വേറെ കമ്പാർട്ട്മെന്റിലെ ആൾക്കാരൊക്കെ വന്ന് ഞങ്ങളോട് ജോയിൻ ചെയ്യും. അങ്ങനെ എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ചു പോയി. അങ്ങനെ ഏറ്റുമാനൂർ എത്തിയപ്പോഴത്തേക്കും സുഭാഷ് സാർ കറക്റ്റ് ടൈമിലാണ് ചേട്ടനെ വിളിച്ചത്. അങ്ങനെ ഞാന്, ചേട്ടന്, അനൂപ് സാറ്, ബിജി സാർ, ഞങ്ങളെല്ലാവരും ഏറ്റുമാനൂർ ഇറങ്ങി. വീണ്ടും കോട്ടയത്തേക്ക് നമ്മുടെ നിഷമാമ, അനിത മാമ, അതുപോലെ തന്നെ ഷൈനി മാമ, അതുപോലെ അമ്പിളി മാമ, പിന്നെ കുട്ടീസ്, ഇവരെല്ലാവരും അവിടെ ഇറങ്ങി. കണ്ണൻ സാറ്, ഇവരെല്ലാവരും അവിടെ ഇറങ്ങി. ഞങ്ങളെല്ലാവരും നേരെ വീട്ടിലോട്ട് പോന്നു. സാറ് ബിജി സാർ ഭരണങ്ങാനത്തും എല്ലാവരും രാത്രിയായപ്പോൾ എല്ലാവരുടെയും വീടുകൾ സേഫായിട്ട് എത്തി. ഇന്നും ആ ഒരു കൂട്ടായ്മ, ഞാൻ ആദ്യം പറഞ്ഞില്ല, നമുക്ക് ആർസിമിനത്തിൽ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് പറയാം, നല്ല നല്ല ഫ്രണ്ട്സ്. അതുപോലെ ഈ ഡൽഹി യാത്രയിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ വീണ്ടും കിട്ടി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ ജീവിതം, കോളേജ് കാലം കഴിയുമ്പോൾ നമ്മൾ ആ സ്കൂൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. പക്ഷെ ആർസിമിൽ വന്നപ്പോ എന്താ അല്ലെ, നിറയെ ഫ്രണ്ട്സുകള്, ഒത്തിരി പേര്. ഇപ്പൊ ഈ ഒരു ഡൽഹി യാത്ര കഴിയുമ്പോൾ ഒരുപാട് കൂട്ടുകാരെ കിട്ടി. ഒരുപാട് സന്തോഷം. എന്നും എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തൊക്കെ സന്തോഷത്തോടെ പോകുന്നു. എന്നും മനസ്സിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്ത ഈ 24ാമത് ആനിവേഴ്സറി സെലിബ്രേഷൻ, ആ സ്റ്റേജിൽ കയറാൻ എനിക്കൊരു അവസരം തന്നതിനും എല്ലാത്തിനും എന്റെ ലീഡേഴ്സ് സുഭാഷ് സാറിനും നിഷ്മാമിനോടും ഒക്കെ നന്ദി പറയുന്നു. എന്താ പറയുന്നത്, ഇതെനിക്ക് ഇപ്പോഴൊന്നും തീരത്തില്ല കേട്ടോ. സെലിബ്രേഷൻ പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോകും. എന്റെ മനസ്സിൽ മുഴുവൻ കിടക്കുന്ന ആ ജനക്കൂട്ടം, ആ സ്റ്റേജിൽ നമ്മുടെ TCG വന്നപ്പോഴത്തേക്കും ജനങ്ങളുടെ ആ ഹരഹര മഹാദേവ ശംഭോ എന്നുള്ള ആ വിളിയും അദ്ദേഹത്തിന്റെ എളിമ, നമ്മളെല്ലാവരും കണ്ടുപഠിക്കേണ്ട കാര്യം. നമ്മൾ ഏത് ലെവലിൽ മുന്നോട്ട് കയറും തോറും നമ്മൾ എളിമയോടുകൂടി വിനയത്തോടുകൂടി തന്നെ പറഞ്ഞ ആ ഒരു നല്ല നന്മയാണ് അദ്ദേഹം സ്റ്റേജിൽ കയറി നിന്നപ്പോൾ നമുക്ക് കാണിച്ചു തന്നത്. ഇന്നും മനസ്സിലുണ്ട്. ഞാൻ എപ്പോഴും അത് യൂട്യൂബ് എടുത്തിട്ട് അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി വരുന്നതും ആ സ്റ്റേജിൽ ഇങ്ങനെ എളിമയോടുകൂടി നിൽക്കുന്നതും ആ ചിരിച്ച മുഖവും എല്ലാം ഞാനെടുത്ത് കാണാറുണ്ട്. അപ്പൊ ആ ഒരു നല്ല മുഖം മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പൊ ആ ഒരു സെലിബ്രേഷൻ എല്ലാവരും പങ്കെടുക്കണം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടേ, എല്ലാവരും എത്രയും പെടുന്ന ലീഡേഴ്സിന്റെ ഫുൾ സപ്പോർട്ടോടു കൂടി കൂട്ടത്തിലുള്ള ടീമിനെ എല്ലാം കൈകോർത്ത് പിടിച്ച് എത്രയും പെടുന്ന റോയൽറ്റിയിലേക്കൊക്കെ എത്തുക. വരുന്ന വർഷം എല്ലാവരുമായിട്ട് ആനിവേഴ്സറി സെലിബ്രേഷൻ പങ്കെടുക്കണം. അടിച്ചു പൊളിച്ച് ആർസിമിന്റെ പവർ എന്താണെന്ന് നമ്മള് കുട്ടികൾ മനസ്സിലാക്കണം. നമ്മൾ എന്താ ചെയ്യുന്നത്, വെറുതെ സോപ്പ് പൊടിയും ഉപ്പും ഗോതമ്പൊടിയും വിൽക്കുന്ന പരിപാടി അല്ലത്. നമുക്ക് അത് സെയിൽ ചെയ്യാൻ പറ്റും, കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇന്ന് പോലും ഞാൻ ഇത്രയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് എന്താ, ഞാൻ ഈ RCM എന്നൊരു പ്രസ്ഥാനത്തെ വന്നതുകൊണ്ട് എനിക്ക് ലീഡേഴ്സിന്റെ സപ്പോർട്ട്, എന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട്, എന്റെ കുട്ടികളുടെ സപ്പോർട്ട്, ഈ ഒരു സപ്പോർട്ട് എല്ലാം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്ര ആക്റ്റീവായിട്ട് ചേട്ടൻ്റെ കൂടെ ഇറങ്ങാനും ചേട്ടന് ഫുൾ സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്താ, നമ്മുടെ ഈ RCM ഉള്ളതുകൊണ്ടല്ലേ. അപ്പൊ നമുക്ക് എന്താ, RCM വന്നാൽ ആരോഗ്യം കിട്ടും, വരുമാനം കിട്ടും, അംഗീകാരങ്ങൾ കിട്ടും, നല്ല നല്ല യാത്രകൾ കിട്ടും, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് RCMയിലൂടെ കിട്ടും. അതിലുപരി നല്ലൊരു അറിവ് കിട്ടും, നല്ലൊരു കുട്ടി ഡോക്ടർ ആകാനായിട്ട് സാധിക്കും, നല്ല ബ്യൂട്ടീഷ്യൻ ആവാനായിട്ട് സാധിക്കും.
നല്ല പെയിന്റുകാരനായിട്ട് സാധിക്കും. എന്തൊക്കെ അറിവുകൾ അല്ലേ? അപ്പൊ ഇതെല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക, ആർസിമിനെ മനസ്സിലാക്കുക, ആർസിമിനെ നെഞ്ചോട് ചേർത്ത് വെക്കുക. ആർസിമിനോട് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. അങ്ങനെ ഈ ഉണർവില് എനിക്ക് ഒരുപാട് അവസരങ്ങൾ പ്രിയപ്പെട്ട റഹ്മാൻ സാറും ജോസ് സാറും പ്രദീപ് സാറൊക്കെ തന്നിട്ടുണ്ട്. ഈ ഡൽഹി വിശേഷം എനിക്ക് രണ്ടാമത് പറയാൻ ഒരു അവസരം തന്ന പ്രിയപ്പെട്ട ജോസ് സാറിനോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ പ്രിയപ്പെട്ട എന്റെ റഹ്മാൻ സാറ്, അദ്ദേഹത്തെയും കുടുംബത്തെയും വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ഓർക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ട പ്രദീപ് സാറ്, ഇതൊക്കെ ചങ്ക് ഫ്രണ്ട്സ് ആകട്ടെ എല്ലാവരും. പ്രദീപ് സാറിനെയും ശ്രീലത മാമിനെയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഓർക്കുന്നു. ഇത്രയും നേരം എന്റെ ഡൽഹി വിശേഷം കേട്ടിരുന്ന ഈ പ്ലാറ്റ്ഫോമിൽ എന്റെ കൂട്ടുകാരെ എല്ലാവരെയും നിറഞ്ഞ ഒരു സ്നേഹത്തോടു കൂടി ഞാൻ നിർത്തുന്നു. ജയ് ആർസിഎം, ഗുഡ് ആർസിഎം, ഹമാര ചാർജ് ന്യൂട്രിച്ചർ, ജയ് കിസോൾ. താങ്ക് യു സാർ.